ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇന്നിവിടെ ഒരു കോഴിക്കോട് ട്രിപ്പാണ് കാണിച്ചു തരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കുള്ള ഒരു യാത്രയാണ്. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് തീരുമാനിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ബാവ ആണ്. ബാവാക്കാന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ബാവായും വൈഫ് നസിയും. അവരെ എല്ലാം കണ്ടിട്ട് ഒരു 3-4 വർഷത്തിൻ്റെ മേളിലായി. അപ്പോൾ ഞങ്ങൾ ഈ വെക്കേഷന് അങ്ങോട്ടൊരു യാത്രയാണ് തീരുമാനിച്ചത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് നല്ല ആ ഒരു സന്തോഷമായിട്ടുള്ള ഒരു സ്വീകരണവും അവർ ഞങ്ങൾക്ക് തന്ന ആ ഒരു നല്ല ഒരു ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ്, അതായത് ബാവാക്കാടെ വൈഫ്, ഞങ്ങൾക്ക് നല്ലൊരു കേക്കൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം ബാവാക്കാടെ വീതമായിട്ട്, ബാവാക്ക നല്ലൊരു കുക്കാണ്, അവിടെ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ വക ഒരു നല്ല കോഴിമന്തിയുണ്ട്, ചിക്കൻ മന്തിയുടെ റെസിപ്പിയും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മന്തി റൈസിൻ്റെ കൂടെ ചെയ്യാൻ പോകുന്ന ഒരു ബാർബിക്യൂ ചിക്കനാണിത്. ഇത് നമ്മൾ നേരത്തെ മസാല ഇട്ട് വെച്ചേക്കാണ്. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇത് മസാല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് വരും. അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മസാല എന്ന് പറയുന്നത് നമ്മുടെ നാടൻ മസാലകളാണ്. ആർട്ടിഫിഷ്യൽ കളറുകളൊന്നുമില്ല. കാശ്മീരി ചില്ലി പൗഡർ, ചെറുനാരങ്ങ നീര്, വിനാഗിരി, വെളുത്തുള്ളി പേസ്റ്റ്, ബ്ലാക്ക് പെപ്പർ പൗഡർ, ടൊമാറ്റോ പേസ്റ്റ്, സൺഫ്ലവർ ഓയിലിനകത്താണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കരിയെല്ലാം കത്തി നല്ല കനലായിട്ടുണ്ട്. നമ്മളിത് ചുടാനായിട്ട് അടുപ്പിലോട്ട് വെക്കാൻ പോവാണ്. ഒരു 20-25 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചാർക്കോൾ ചിക്കൻ. ഈ അരി സോക്കിൽ വെച്ചിട്ട് 1 മണിക്കൂറായി. ഈ അരി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ചേർക്കാൻ പോകുന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മളിനി ഈ മന്തിയുടെ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനകത്ത് ഞാൻ ഒരിക്കൽ സൺഫ്ലവർ ഓയിലാണ്, ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിനകത്ത് വെച്ചു. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, ഒരു 4 വലിയ സവാള, പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം ഓപ്ഷണലാണ്. സാധാരണ ട്രഡീഷണൽ മന്തിയിൽ ക്യാപ്സിക്കം ചേർക്കാറില്ല. ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കാം. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നു. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതുപോലെ നേരത്തെ നമ്മൾ ഒരു മാഗിയുടെ കട്ട മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഈ മസാലക്കകത്ത് ചേർക്കണം. ഇനി ഈ മസാല ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇത് 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് വഴന്ന് ചേർക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവയെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഒരു ഡ്രൈ ലെമൺ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണം. സ്വല്പം മല്ലി കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത് കഴിഞ്ഞ് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതാണ് ക്രഷ് ചെയ്ത മല്ലി. ഇനിയിപ്പോൾ ഇത് അതിലേക്ക് ആഡ് ചെയ്യുകയാണത്. കുറച്ച് ചെറിയ ജീരകം ക്രഷ് ചെയ്തത് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് കൂടെ നമ്മൾ ചേർക്കുന്നത് ഇതിനകത്തേക്ക്. ടൊമാറ്റോ സോസ് അല്ല, ടൊമാറ്റോ പേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മന്തിയുടെ മസാലയൊക്കെ നല്ല സെറ്റായിട്ട് നല്ല പരുവായിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് നേരം ദമ്മിടാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് ഒരു പകുതി മസാല നമ്മൾ
മാറ്റി വെച്ചു ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടയ്ക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ടതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മളെ ബാർബിക്യൂ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നല്ല ഞെരുപ്പായിട്ടുണ്ട്. ഇത് പാത്രത്തിലോട്ട് മാറ്റാം. മാസി വിചാരിച്ച സ്ഥലത്തേക്കേ അല്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സ്ഥലം കണ്ടുപിടിച്ചപ്പോ പോവുക ഉപ്പ. മന്തിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ്. മന്തി പൊട്ടിച്ച് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. വാവ്, നല്ല അടിപൊളി. നമ്മുടെ ബാർബിക്യൂ ഉണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ, അടിപൊളി ടേസ്റ്റ്. എങ്ങനെയുണ്ട്? അക്കി എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് തോണിക്കടവിലേക്കുള്ള യാത്രാ വഴിയാണിത്. അവിടെ പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 5 മണിയോളമൊക്കെ ആയി. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷമുള്ള ബാക്കി കാഴ്ചകളൊക്കെ നമുക്കിനി കാണാം. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. ആ തിരക്കൊന്നും മക്കൾ വകവച്ചില്ല. അവർ വെള്ളം കണ്ടതേ എടുത്ത് ചാടി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തകർത്ത് വാരി. അതും നല്ല പാറക്കെട്ടിൽ നിന്നുള്ള നല്ല തണുത്ത വെള്ളമായിരുന്നു. ആ വെള്ളത്തിൽ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. പിന്നെ പിള്ളേർ ഏകദേശം മടുപ്പാകാറായപ്പോഴാണ് അവിടുന്ന് കയറിയത്. ഞാനും നസിയും 2 പേരും വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല എന്നും പറഞ്ഞ് വലിയ ഇതിലൊക്കെ നിന്നു. ലാസ്റ്റ് ഞങ്ങളുടെ പിടി വിട്ടു. മക്കളെല്ലാവരും കൂടെ ഞങ്ങളെ നിർബന്ധിച്ച് വെള്ളത്തിൽ ചാടിച്ചു. അതിനുശേഷം ഞങ്ങളും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കിടന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞൊരു 6 മണി 7 മണിയോടുകൂടി അവിടുന്ന് തിരിച്ചു.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.